മാഷെ, അരുണാചൽ പ്രദേശിലെ ലഡാക്കിൽ വളരെ തന്ത്രപരമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ചൈന അതിർത്തിക്കടുത്തുള്ള 2 തന്ത്രപ്രധാനമായിട്ടുള്ള വ്യോമതാവളങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ശ്രമിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം എന്നാണ് പറയുന്നത്. ഇവിടെ വ്യോമസേനയുടെയും കരസേനയുടെയും സാന്നിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ലഡാക്കിലെ ചുഷൂലിലും അരുണാചൽ പ്രദേശിലെ അനിനിയിലുമുള്ള 2 പ്രധാന വ്യോമതാവളങ്ങളാണ് ഈ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നി. ഇപ്പോൾ നമ്മൾ ചൈനയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണല്ലോ ഉള്ളത്. വളരെ നല്ല രീതിയിൽ പോകുന്നു, പല കാര്യങ്ങളും സംസാരിച്ച് പറഞ്ഞു തീർക്കുന്നു, നല്ല ടൈപ്പിലേക്കൊക്കെ പോവുകയാണ്. പിന്നെ എന്താണ് പെട്ടെന്നൊരു സൈനിക നീക്കമൊക്കെ അവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളൊരു സംശയം അവിടെ ഉയരുന്നില്ലേ? സൈനിക നീക്കങ്ങൾ എപ്പോഴും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അതിർത്തികളിൽ നിർവഹിക്കേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ കാര്യക്ഷമതയുടെ പ്രശ്നമാണ്. കാരണം സൗഹൃദം എന്നുമെന്നും നിലനിൽക്കുന്നതല്ല, ശത്രുതയും എന്നുമെന്നും നിലനിൽക്കുന്നതല്ല. അത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും ശത്രുതയുടെയും കാര്യത്തിൽ വളരെ പ്രകടമാക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സൗഹൃദത്തിലാണ്. അങ്ങനെ സൗഹൃദത്തിലിരിക്കുന്ന സമയത്ത് ഈ അതിർത്തി പ്രദേശങ്ങളിൽ കുറേ കാലമായിട്ട് യാതൊരു പ്രവർത്തനമില്ലാതിരുന്ന 2 സൈനിക ബേസുകൾ എന്നുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടാവുന്ന താവളങ്ങളാണ്, പ്രത്യേകിച്ച് എയർ ബേസാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പുനർജീവിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് ഇപ്പോൾ ചൈനയുമായിട്ടുള്ള നല്ല ബന്ധമുള്ള സമയത്ത് നമുക്ക് കുറേ കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. കാരണം ശത്രു നീക്കമല്ല അത്, നമ്മളുടെ അതിർത്തിയിലുള്ള സൈനിക താവളങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ ആ എയർ ബേസ് എന്ന് പറയുന്നത് വ്യാപാരപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നത് കൂടിയാണ്. അപ്പോൾ പലതരത്തിലും ചരക്ക് വിമാനങ്ങൾക്കും മറ്റുമൊക്കെ അവിടെ വരാനും ചരക്കെത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ നേരത്തെ ഇതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്നതിനുള്ളത് ശരിയാണ്. ഇപ്പോൾ ചൈനയുമായിട്ട് കൂടുതൽ അടുത്ത ഒരു ബന്ധത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 2 കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഒന്ന്, ആ സൈനിക താവളത്തെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാലത്തെ വ്യാപാരം നടത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട താവളമായിട്ട് അതിനെ രൂപപ്പെടുത്തിയെടുക്കാം. അത് ചൈനയ്ക്കും ഗുണകരമായിരിക്കും, നമുക്കും ഗുണകരമായിരിക്കും. രണ്ടാമത്തത്, കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ചൈനയും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ ഇപ്പം നിലനിൽക്കുന്ന സൗഹൃദങ്ങളെല്ലാം തകർന്നു പോയി കഴിഞ്ഞാൽ ശത്രുതാപരമായിട്ടുള്ള രീതിയിൽ അതിനെ സമീപിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ ബലപ്പെടുത്തിയ ഈ താവളങ്ങൾ നമുക്ക് ഗുണകരമായി തീരും. ഇതായിരിക്കണം കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അത്തരത്തിലുള്ള തീരുമാനത്തിൻ്റെ അടിത്തറ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ ചൈന മാത്രമല്ല, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ. അതെ, അതിപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്ന് കുറച്ച് മാറിയാണല്ലേ ലഡാക്ക് എന്ന് പറയുന്നത്. ലഡാക്കിലൊക്കെ അരുണാചൽ പ്രദേശിലായാലും ലഡാക്കിലായാലും രാജ്യത്തിന് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമുള്ള സ്ഥലമാണ്. കാരണം അത് തന്ത്രപ്രധാനമായ പ്രദേശം. ലഡാക്കിൻ്റെ ഒരു സവിശേഷത, നമ്മൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, ചൈനയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് കൂടുതൽ ഭീഷണി എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമാണ് എന്ന് കരുതാം. ചൈനയും നമ്മൾ സൗഹൃദത്തിലായിരിക്കുന്ന സമയത്ത് ആ അതിർത്തി അത്ര പ്രശ്നമുള്ള ഒരു അതിർത്തിയായിട്ട് കണക്കാക്കില്ല. അഫ്ഗാനിസ്ഥാനും അങ്ങനെയാണ്. നമ്മൾ വളരെ നല്ല രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരും നമ്മളും തമ്മിലുള്ള ബന്ധവുമൊക്കെ നല്ലതാണ്, അവരും ചൈനയും തമ്മിലുള്ള ബന്ധവും നല്ലതാണ്. ഇതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ഈ പഴയ അമേരിക്കയുടെ സൈന്യ താവളം വീണ്ടും പുനരുൽപ്പാദനം നടത്താനായിട്ട് അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്ന സമയത്ത് എന്ന് വെച്ചാൽ അതൊന്ന് സജീവമാക്കണം എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അത് സമ്മതിക്കാതിരിക്കുന്നത് ഈ ചൈനയും ഇന്ത്യയും ഒക്കെയായിട്ട് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഉള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അയൽ രാഷ്ട്രങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാക്കി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. പാകിസ്ഥാനായിട്ട് പോലും നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് രാഷ്ട്രതന്ത്ര തലത്തിൽ വിജയമാണ്. കാരണം ഈ അയൽവക്ക രാജ്യങ്ങളുമായിട്ട് ശത്രുത എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതും രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുന്നതുമായിരിക്കും. അതുകൊണ്ടാണ് സൗഹൃദ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാണ്. നേരത്തെ വാജ്പേയി അധികാരത്തിൽ വന്ന സമയത്ത് പാകിസ്ഥാനുമായി നല്ല ബന്ധമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നതാണ്. അപ്പോൾ അത് നടത്താനുള്ള കാരണം അതാണ്. അടിസ്ഥാനമായി പറഞ്ഞാൽ അയൽവക്ക രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആകണം ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം ഇവിടെയുള്ള ഈ പഴയ പൊടി പിടിച്ച് കിടക്കുന്നതായിട്ടുള്ള സൈനിക താവളങ്ങൾ വീണ്ടും ഒന്ന് തല്ലിക്കൂട്ടി നല്ല രീതിയിലേക്ക് സജീവമാക്കാനായിട്ട് ശ്രമം നടക്കും. അതിനിടയിലാണ് നമ്മൾ ലഡാക്കിലെ കലാപത്തിൻ്റെ വാർത്തകൾ കേൾക്കുന്നത്.
ഈ ലഡാക്കിലെ കലാപവും ചേർത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ടെന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ഈ സമയത്ത്. അല്ല, എപ്പോഴും ഈ അവിടെ നിന്നും സാധാരണ രീതിയിൽ പാകിസ്ഥാൻ പോലെയുള്ള പാകിസ്ഥാനിനോട് കെട്ടുകിടക്കുന്ന കാശ്മീർ പോലെയുള്ള ഒരു വിഷയമുള്ള സ്ഥലമല്ല ഇത് ശരിക്കും പറഞ്ഞു. കാർഗിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് വലിയ സഹായം ചെയ്ത ഒരു ജനതയാണ് ലഡാക്കിലുള്ളത്. പക്ഷേ ഈ പഹൽഗാം ആക്രമണത്തിനൊക്കെ ശേഷം ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിലും കാശ്മീരിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അവരുടെയൊക്കെ ടൂറിസം എന്ന് പറയുന്നത് വീണ്ടും സ്റ്റക്കാക്കപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ ഭയപ്പെട്ടിട്ട് നേരത്തെ ഒഴുകിപ്പോയിരുന്നത് പോലെയൊന്നും പോകുന്നില്ല. വളരെ അപൂർവം കുറച്ച് ആളുകളൊക്കെ ചെല്ലുന്നു. അതുകൊണ്ടൊക്കെ ഇവരുടെ നിത്യനിദാന ചെലവുകളൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അസംതൃപ്തിയിലേക്ക് കൊണ്ടുപോകും, തൊഴിലില്ലായ്മയിലേക്ക് കൊണ്ടുപോകും. അത്തരം പ്രശ്നങ്ങളൊക്കെ ലഡാക്കിലുണ്ടാകും. അത് ദുരുപയോഗം ചെയ്യാനായിട്ട് നമ്മുടെ എതിരാളികൾ, ശത്രുക്കൾ എന്ത് ചെയ്യും? ഫലപ്രദമായിട്ട് ഇടപെടാനുള്ള സാധ്യതയാണ്. ആ ഇടപെടലുകളൊക്കെ വേണമെങ്കിൽ അവിടെ ഉണ്ടാകാം. ഇപ്പോൾ BJP ആണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയെങ്കിൽ പോലും BJPയുടെ ഓഫീസ് അവർ കത്തിച്ചളഞ്ഞു. അപ്പോൾ എത്രമാത്രം വൈരാഗ്യം അതിനകത്ത് അവർക്ക് BJPയോട് പോലും ഉണ്ട് എന്ന് പ്രകടമാക്കപ്പെട്ട ഒന്നാണ്. വളരെ വളരെ സൂക്ഷിച്ച്, വളരെ കാര്യക്ഷമതയോടുകൂടി ഈ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടതാണ്. കാരണം ലഡാക്കിലൊന്നും അങ്ങനത്തെ ഒരു അപശബ്ദം പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 രാഷ്ട്രങ്ങളുമായിട്ട് നമുക്ക് കിലോമീറ്ററോളമുള്ള അതിർത്തി പങ്കിടേണ്ട ഒരു സ്ഥിതിയുണ്ട്. വളരെ വളരെ സെൻസിറ്റീവാണ് ആ പ്രദേശം. അവിടെ നമ്മളെപ്പോഴും നമുക്കൊപ്പം എല്ലാവരും നിർത്തേണ്ടത് ഒരാവശ്യമാണ്. അതെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ നിർമ്മിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് മുമ്പ് പ്രവർത്തനരഹിതമായിരുന്ന 2 അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ടുകളാണ് സജീവമാക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്ക അതിർത്തിയായിട്ടുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ സമീപത്താണ് 2 വിപുലമായ ലാൻഡിംഗ് ഗ്രൗണ്ടുകളും സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി റോഡ് മാപ്പ് പ്രകാരം UAVകളും ഹെലികോപ്റ്ററുകളുമൊക്കെ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുന്ന തരത്തിൽ IAFും സൈന്യവും സംയുക്തമായി ഉപയോഗിക്കുന്നതായിട്ട് ഈ ALGകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കൂടാതെ IAFിൻ്റെ എയർബസ് C-295, C-130J സ്പെഷ്യൽ ഓപ്പറേഷൻസ് ട്രാൻസ്പോർട്ട് പോലുള്ള വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് നിലവിലെ ഈ എയർ സ്ട്രിപ്പും അതിൻ്റെ ദൈർഘ്യമൊക്കെ അനുയോജ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം മാഷ് പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇത് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. വാണിജ്യപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം നേരത്തെ ഈ ചൈനയുമായിട്ടുള്ള തർക്കം രൂക്ഷമായിരുന്ന സമയത്ത് നമുക്ക് അത്തരം സൈനിക ബേസുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാൻഡിംഗ് സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് വ്യാപാരം നടത്താനായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും സംഘർഷമാണെങ്കിൽ പിന്നെ അതിനിടയ്ക്ക് കൊണ്ടായിട്ട് വ്യാപാരം നടത്താൻ പറ്റില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ പുതിയൊരു സാഹചര്യം ഉയർന്നു വന്നിരിക്കുകയാണ്. ചൈനയുമായിട്ട് വ്യാപാരം നല്ല രീതിയിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചൈനയും അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ പരസ്പരം സൗഹൃദത്തിൻ്റെ ഒരിടം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ വേണമെങ്കിൽ ഇത് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാവുന്ന ലാൻഡിംഗ് പ്ലേസായി മാറാം. പക്ഷേ അപ്പോൾ തീർച്ചയായും മേ ബി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അവിടെ എപ്പോഴും ഇന്ത്യൻ സൈന്യത്തിനും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനുമുള്ള കണ്ണെന്ന് പറയുന്നത് അത് 2നും ഉപയോഗിക്കാം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത് 2 in 1 അല്ലേ, 2 കാര്യം. അതെ, 2 കാര്യം അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയാണ് ആ പർപ്പസ് ഉണ്ടാവും. അത് തർക്കമില്ലാത്തൊരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.